Hi everyone, welcome to our channel Golden Sparrows. നമ്മൾ ഇന്ന് അൽഫാം തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു കുക്കർ ഉണ്ടെങ്കിൽ ഈസിയായി ആർക്കും ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ഫുൾ ചിക്കനെ 4ആയി കട്ട് ചെയ്താണ് വാങ്ങിയിരിക്കുന്നത്. അൽഫാം ഉണ്ടാക്കാൻ നാടൻ ചിക്കനേക്കാളും ബ്രോയിലർ ചിക്കനാണ് നല്ലത്. അത് കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും. ചിക്കൻ നന്നായി കഴുകിയെടുത്ത് വരഞ്ഞു വയ്ക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പകുതി സബോളയും തക്കാളിയും കട്ട് ചെയ്ത് ഇടുക. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. ഇനി മല്ലിയില, പുതിനയില, തൈര്, കുറച്ച് ഉപ്പ്, 2 നാരങ്ങയുടെ നീര് എന്നിവ ചേർക്കുക. അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം ചേർക്കേണ്ടത്. ഉപ്പ് ഇപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ബാക്കി പിന്നീട് ചേർക്കാം. ഇതിൽ മിച്ചം വരുന്ന പേസ്റ്റ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിലൊക്കെ ചേർക്കാം കേട്ടോ. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുത്ത് ഈ അരച്ച പേസ്റ്റിൽ നിന്നും ആവശ്യത്തിന് പേസ്റ്റ് ആ ബൗളിലേക്ക് ഇടുക. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ആ പേസ്റ്റിലേക്ക് ചേർക്കാം. ഇനി ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന അളവിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ചേർക്കാൻ വിട്ടുപോയി, അതും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് അല്പം ഒന്ന് മുന്നിലോട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന അൽഫാമിന് വേണ്ടത്ര ഉപ്പുണ്ടാവില്ല. ഇനി ഓരോ ചിക്കൻ പീസ് എടുത്ത് മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഹോളുള്ള ഒരു പാത്രം വേണം. പിന്നെ ഇതുപോലെ ഇച്ചിരി കുഴിവുള്ള ഒരു പാത്രവും വേണം. ഇനി ഒരു കുക്കർ എടുത്ത് ആ ഹോളുള്ള പാത്രം കമഴ്ത്തി വയ്ക്കുക. അതിന് മുകളിലേക്ക് കുഴിവുള്ള പാത്രം നേരെ തന്നെ വെച്ച് കൊടുക്കേണ്ടതാണ്. ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പുറത്തെടുത്ത് വയ്ക്കുക. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഓരോന്നായി എടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായി കുക്കറിനകത്തേക്ക് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ ചിക്കൻ കുക്കറിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വെക്കേണ്ടതാണ്. കുക്കർ ചൂടാവുമ്പോൾ ചിക്കനിലെ വെള്ളം ഊർന്നിറങ്ങി ഈ കുഴിവുള്ള പാത്രത്തിൽ കളക്ട് ചെയ്ത് നിൽക്കും. അതിനാൽ കുക്കറിൽ മസാല കരിഞ്ഞു പിടിക്കത്തില്ല. കുക്കറിൻ്റെ അടപ്പിൽ നിന്ന് വാഷറും വെയിറ്റ് മാറ്റിയതിന് ശേഷം കുക്കർ നന്നായിട്ട് അടച്ചു വയ്ക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെന്ത ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കണം. ചിക്കൻ ഓൾറെഡി വെന്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. കുക്കറിൽ നിന്നും ചൂടുള്ള ചിക്കൻ പാനിലേക്കിടുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. കുക്കർ നല്ല ചൂടായതുകൊണ്ട് അതിൽ നിന്ന് ചിക്കൻ എടുക്കുമ്പോൾ ചട്ടുകമോ സ്പൂണോ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോ ചിക്കൻ പീസും നമുക്ക് മൊരിയിച്ചെടുക്കാം. നേരത്തെ മാറ്റി വച്ചിരുന്ന സബോളയും തക്കാളിയും അരിഞ്ഞ് ഈ പാനിലിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് അതിൻ്റെ ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ പേസ്റ്റ് മൊരിയിച്ച് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസിന് പുറത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുപ്പിലെ കനലിനു മുകളിൽ ഇതുപോലൊരു ഗ്രില്ല് വെച്ച് പേസ്റ്റ് പുരട്ടിയ ഓരോ ചിക്കൻ പീസും കനലിൻ്റെ ചൂടേൽപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് അൽഫാമിന് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ സഹായകമാകും. അങ്ങനെ ടേസ്റ്റി അൽഫാം റെഡി.
See you next time. Take care.